നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് പ്രീമിയം പെട്രോൾ വില വർദ്ധിപ്പിച്ചു. വില എണ്ണ കമ്പനികൾ ലിറ്ററിന് 2.09 മുതൽ 2.35 രൂപ വരെയാണ് കൂട്ടിയത്. സാധാരണ പെട്രോളിന്റെ വിലയിൽ മാറ്റമില്ല. രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ്. ഇന്നിടിഞ്ഞത് 86 പൈസ. ഓഹരി വിപണിയിൽ നേട്ടം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം 3 ദിവസത്തേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. സീറ്റ് നിർണയം വൈകിയില്ലെന്ന് AK ആന്റണി. നുണബോംബുകൾ കൊണ്ട് UDF-നെ തകർക്കാനാവില്ലെന്ന് VD സതീശൻ. UDF ഒറ്റക്കെട്ട നടൂർ പ്രകാശ്. പ്രചരണത്തിൽ സജീവമാകുമെന്ന് K സുധാകരൻ. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി TO മോഹനും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി TK ഗോവിന്ദനും K സുധാകരനെ കണ്ടു. CPM വിമതർക്കുള്ള UDF പിന്തുണയിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം. UDF സ്വതന്ത്രനെന്ന പരിവേഷം മറികടക്കാൻ ജനകീയ സ്വതന്ത്രനെന്ന് പ്രഖ്യാപിച്ചു G സുധാകരൻ. തന്നെ ആരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ല എന്നും സ്വയം ഒഴിഞ്ഞുപോയതാണെന്നും വിശദീകരണം. പിണറായിയുടെ 3ാം ഊഴം സഫലമാകില്ല. P പ്രസാദിനെതിരെ പ്രചാരണം നടത്തുമെന്നും ജനം LDF വോട്ട് ചെയ്യില്ല എന്നും G സുധാകരൻ. BJPയുടെ 3ാം സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന് സാധ്യത. കോൺഗ്രസ് നേതാക്കളായ BS അനൂപും അരുൺ രാജും BJPയിൽ ചേർന്നു. RJD വിട്ട V സുരേന്ദ്രൻപിള്ളയുടെ BJP പ്രവേശനം വൈകുന്നു. US ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. ഒരാഴ്ചക്കിടെ ഇറാന് നഷ്ടമാകുന്ന 4ാമത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ. മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടത് ഇസ്രായേലിലെയും അമേരിക്കയെയും വെല്ലുവിളിച്ചതിന് പിന്നാലെ. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷം. ലോകത്ത് ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നുവെന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും പാളയം ഇമാം VP സുഹൈബ് മൗലവി. മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന കാലമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ. ലൈംഗിക പീഡന പരാതിയിൽ CPM പ്രാദേശിക നേതാവിനെതിരെ കേസ്. പരാതി പത്തനംതിട്ട റാന്നി സ്വദേശി അലൻ മാത്യുവിനെതിരെ. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി യുവതിയെ ദുരുപയോഗം ചെയ്തുവെന്ന് പരാതി. ചരിത്രത്തിലാദ്യമായി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ഇന്ത്യ. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം സമുച്ചയത്തിൽ. അംഗീകാരം ഇന്ത്യൻ അത്ലറ്റിക്സ് വളർന്നു വരുന്നതിന്റെ സൂചനയെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.